PSA Bulletin, April 15th, 2024. കറണ്ട് അഫയേഴ്സ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടൊലുഗ അധികാരമേറ്റു. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതാരാണ്? ജുഡിത്ത് സുമിൻവ ടൊലുഗ. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. നാറ്റോ എന്നത് സൈനിക സഖ്യമാണ്. നാറ്റോയിൽ 32 അംഗരാജ്യങ്ങളാണുള്ളത്. നാറ്റോ 75-ാം വാർഷികം ആഘോഷിച്ചത് ബ്രസൽസിലാണ്. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മുകാശ്മീർ സ്വദേശി ബിൽക്കീസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കീസ് മീർ. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജമ്മുകാശ്മീർ സ്വദേശി ആരാണ്? ബിൽക്കീസ് മീർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ഷെയ്ഫാലി ബി ശരൺ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ എവിടെയാണ് നിലവിൽ വരുന്നത്? തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂർ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾഡ് 1-ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിൽ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആരാണ്? ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനായ ബെർണാഡ് അർണാൾഡ്. ആണവ വാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ആണവ വാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇന്ത്യൻ വംശജനായ പവൻ ദവുലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായത് ഇന്ത്യൻ വംശജനായ പവൻ ദവുലരി. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തല ഗ്രാൻഡിന്. 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മൈക്കൽ തല ഗ്രാൻഡ്. അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞനാണ്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ദോസ്തി 16. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി ശ്രീലങ്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. ഉറുഗ്വായിലെ കൊളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രി. ഉറുഗ്വായിലെ കൊളോൺ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു.
കലാമണ്ഡലം രവീന്ദ്രൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ അതായത് ദൈവഗണത്തിൻ്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചതാർക്കായിരുന്നു? ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവായ പീറ്റർ ഹിഗ്സ്. അദ്ദേഹം ഈയിടെ അന്തരിച്ചിരുന്നു.